നമസ്കാരം. വളരെ പ്രയാസപ്പെട്ട ഒരു സംഭവം ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഒന്ന് വന്നേക്കാന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ഭൂമിയിലെ മാലാഖമാർ എന്ന ഇരട്ടപ്പേരിൽ അല്ലെങ്കിൽ പൊതുസമൂഹം വിളിക്കപ്പെടുന്ന നേഴ്സുമാരുടെ ഒരു സമരം 109 ദിവസമായി തൃശ്ശൂർ നഗരത്തിൽ അമല ഹോസ്പിറ്റൽ, ജൂബിലി ഹോസ്പിറ്റൽ, ഈ രണ്ട് ഹോസ്പിറ്റലിലെ നേഴ്സുമാർ സമരത്തിൽ അവരുടെ വേതനം ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യുന്നത്. അത് എത്രമാത്രം വളരെ 101% അവർ അർഹതപ്പെട്ട വേതനം മാത്രമല്ല അവർ ചോദിക്കുന്നുള്ളൂ. എന്നിട്ട് എന്തുകൊണ്ട് ഈ മാനേജ്മെൻ്റ് അത് കൊടുക്കുന്നില്ല? ഈ മാനേജ്മെൻറ്റ് ദൈവത്തിൻ്റെ പേരിൽ യേശുക്രിസ്തുവാണ് ദൈവം എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം എന്നൊക്കെ പറഞ്ഞ് എല്ലാ ക്രിസ്ത്യാനികളെയും പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും മറ്റ് സമുദായക്കാരോട് അത് പറയണമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്യുന്ന ഈ മതത്തിൻ്റെ പുരോഹിത വേഷധാരികൾ നടത്തുന്ന ഈ കൊടും ക്രൂര ക്രിമിനൽ പ്രവൃത്തി, അങ്ങനെ തന്നെ ഇതിനെ പറയാൻ പറ്റുള്ളൂ. ഒരു നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടി ജോലി ചെയ്യുന്നവരാണ്. ഈ പൊതുസമൂഹത്തിൽ പല വിഭാഗത്തിൽപ്പെടുന്ന പലവിധ ജോലിക്കാരിൽ ഏറ്റവും പ്രധാനമല്ലേ അവരുടെ ജോലി എന്ന് പറയുന്നത്. അതായത് ഒരു ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിൽ പഠിച്ചു വരുന്നവരാണ് ഓരോ നേഴ്സുമാരും. അത് ജനറൽ നേഴ്സാണെങ്കിലും അതിനുപരി മുകളിലേക്ക് വരുന്ന PSc നേഴ്സ്, MSc നേഴ്സ് പോലെയൊക്കെ ഉള്ളവരാണെങ്കിൽ പോലും പറയും. അപ്പോൾ അത്രയും ക്വാളിറ്റിയിൽ പഠിച്ചു വരുന്ന ഒരു നേഴ്സ് അവരുടെ ട്രെയിനിങ്ങിന് ശേഷവും അവർ ജോലിക്ക് കയറി കഴിയുമ്പോൾ സാധാരണ ഒരു ജോലിക്കാർക്ക് കിട്ടുന്ന വേതനത്തിൻ്റെ ഒരു 1/4 പോലും കിട്ടുന്നില്ല എന്ന് പറയുന്നിടത്ത് എത്രമാത്രം ക്രൂരതയാണ്! ഇതാണോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവികത? ഇതല്ലേ ശരിക്കും പൈശാചികത എന്ന് പറയുന്നത്? ഈ ആൻഡ്രൂസ് താഴത്തിനെ പോലുള്ള വ്യക്തികൾ അയാളൊക്കെ പിതാവെന്നോ ബിഷപ്പെന്നൊക്കെ പൊതുവെ ക്രിസ്ത്യാനികൾ വിളിക്കേണ്ടതാണ്. പക്ഷേ വിളിക്കാനായിട്ട് നാവ് പൊന്തുന്നില്ല. ഇത്രയും വൃത്തികെട്ട പ്രവൃത്തി ചെയ്യുന്നവർ ശരിക്കും പറഞ്ഞ പൈശാചിക വേലയല്ലേ ശരിക്കും പറഞ്ഞ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു നേഴ്സിൻ്റെ ഒരു ജോലി അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ ജോലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊതുസമൂഹത്തിൽ മറ്റുള്ളവർ ചെയ്യുന്ന ഒരു ജോലി പോലെയാണോ? എത്രമാത്രം വളരെ തീഷ്ണതയോടും അതിസൂക്ഷ്മമായിട്ടും വളരെ അഗ്രസീവായിട്ടും ചെയ്യേണ്ട ഒരു ജോലിയല്ലേ അവരങ്ങനെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത് എത്ര മണിക്കൂറാണ്? നമുക്കറിയാം, വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന നേഴ്സുമാരുടെ എല്ലാ കാര്യങ്ങളും ഇവിടെയുള്ള എല്ലാ നേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ മണിക്കൂറുകൾക്ക് മാത്രമാണ് അവിടെ വേതനം. ഓരോ മണിക്കൂറിന് അവിടെ വേതനം തരും. അതും പരമാവധി ഒരു ദിവസത്തിൽ 6 മണിക്കൂറൊക്കെ വേല ചെയ്യാവുള്ളൂ. ഇനി ഓവർ ടൈമൊക്കെ എടുത്തു കഴിഞ്ഞാൽ പോലും 8 മണിക്കൂർ. 8 മണിക്കൂർ എന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. അതിൽ കൂടുതൽ ജോലിയെ ചെയ്യിക്കാൻ പറ്റില്ല. ഇനി എത്ര സന്നദ്ധരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ജോലി ചെയ്യിക്കില്ല അവിടെയൊക്കെ. കാരണം അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ ജോലി ചെയ്യിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ പ്രവർത്തനം ആ ശരീരത്തിൻ്റെ എല്ലാ ഘടകങ്ങളെ ആശ്രയിച്ചാണല്ലോ, പ്രത്യേകിച്ച് അവരുടെ ബ്രെയിനിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത്രയും അതിസൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ട ഒരു പ്രവൃത്തിയെ അതിൽ കൂടുതൽ സമയം ജോലി ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവരുടെ പ്രവർത്തനത്തെ, ആ ജോലിയെ അത് ബാധിക്കും. കാരണം അതിസൂക്ഷ്മതയോടുകൂടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് നേഴ്സുമാരുടെ, ഡോക്ടേഴ്സിൻ്റെ ഒക്കെ ജോലി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഈ സമൂഹത്തിലെ ഏറ്റവും ഉന്നത നിലവാരം പുലർത്തുന്ന രാഷ്ട്രങ്ങളൊക്കെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഒരു സ്ഥാനമാനങ്ങൾ നൽകുന്നതും അതിനനുസൃതമായിട്ടുള്ള വേതനങ്ങൾ നൽകുന്നതും. അതുകൊണ്ടാണ് അവർക്കൊക്കെ ഒരു മാസത്തിൽ 4-5 ലക്ഷം രൂപ ഇന്ത്യൻ കറൻസിയിൽ ശമ്പളം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്രയാണ് കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ഇപ്പോൾ പല ഹോസ്പിറ്റലുകളിലെ ചരിത്രം പല നേഴ്സുമാരിൽ നിന്നും ഞങ്ങൾക്ക് രഹസ്യമായിട്ട് ഡിറ്റക്റ്റീവ് ന്യൂസ് കേരള വളരെ വിശദമായിട്ട് ഇതിനെപ്പറ്റി പഠിച്ചു കഴിഞ്ഞപ്പോൾ കിട്ടിയിരിക്കുന്ന പല ഹോസ്പിറ്റലുകളും ഇപ്പോഴും വെറും നാമമാത്രമായിട്ടുള്ള പൈസകളാണ് കൊടുക്കുന്നത്. അത് 10,000, 12,000, 15,000, പരമാവധി 20,000. ഈ 40,000 എന്നൊക്കെ പൊതുവെ പറയുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ വളരെ കുറച്ച് പേർക്കൊക്കെ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്. എത്ര നികൃഷ്ടമായൊരു പ്രവൃത്തിയാണിത്! ഒരു സാധാരണ ഡോക്ടർ ഒരു നേഴ്സും തങ്ങളിൽ എന്താണ് വളരെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. വിദേശ രാജ്യങ്ങളിൽ അങ്ങനെ ഒരു വ്യത്യാസം പോലുമില്ല. ഇവിടുത്തെ സംബന്ധിച്ചിട്ടാണെങ്കിൽ പോലും അവരുടെ ഒരു റാങ്കിൻ്റെ അല്ലെങ്കിൽ ഒരു ഗ്രേഡിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ വളരെ നേരിയൊരു വ്യത്യാസമുള്ളൂ. പക്ഷേ അവർക്ക് കൊടുക്കുന്ന വേതനമോ
അതുപോലെ അവരുടെ ജോലി ഭാരമോ, ഒരു ജൂനിയർ ഡോക്ടറാണെങ്കിൽ പോലും, ഒരു MBBS പഠിച്ചിറങ്ങിയ ഒരു ജൂനിയർ ഡോക്ടർക്കാണെങ്കിൽ പോലും കൂടെ ഒരു നേഴ്സിൻ്റെ പകുതി സമയം പോലും കൂടെ ജോലി ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. പക്ഷേ ശമ്പളം എത്രയാണ്? ഏറ്റവും കുറഞ്ഞ ഒരു ജൂനിയർ ഡോക്ടർക്കാണെങ്കിൽ പോലും കൂടെ എങ്ങനെയാണെങ്കിലും ശരി ഒരു 75,000 രൂപ അല്ലെങ്കിൽ 1 lakh 1 lakh എബോവ് അങ്ങനെയൊക്കെ അല്ലേ ഏറ്റവും ഒരു ജൂനിയർ ഡോക്ടർക്ക് പോലും കൊടുക്കുന്നത്. സീനിയേഴ്സിന് പിന്നെ നമുക്കറിയാം 2-3 ലക്ഷം 4 ലക്ഷം 5 ലക്ഷം അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ നേഴ്സുമാർക്ക് ഇത്രയും വളരെ തുച്ഛമായ വേതനം കൊടുത്ത് ഇവരെ കൊണ്ട് ഇത്രയും കഠിനമായ വേല ചെയ്യിക്കാനായിട്ട് എങ്ങനെ ഈ യേശുക്രിസ്തു ദൈവമാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഈ പുരോഹിത വർഗത്തിന് ഈ വലിയ കൊന്തയും കുരിശും കഴുത്തിലിട്ടുകൊണ്ട് വലിയ ലോഹയവും ഒക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ വലിയ പരിശുദ്ധരുടെ ആണ് എന്ന് പൊതുസമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ ദൈവത്തിൻ്റെ പ്രേക്ഷകരാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആൾക്കാരാണ് എന്ന് സ്വയം അഭിമാനിച്ചുകൊണ്ട് ഈ പൈശാചിക പ്രവൃത്തി ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തു ഒക്കെ നിങ്ങളുടെ ക്രിസ്തു ദൈവമാണ് എങ്കിൽ നിങ്ങളുടെയൊക്കെ ഒരു 7 അയൽപക്കം പോയിട്ട് 14 അയൽപക്കത്തെങ്കിലും ദൈവിക സാന്നിധ്യം തന്നെ ഉണ്ടാകുമോ? ഇതാണ് സാധാരണക്കാരായിട്ടുള്ള ക്രിസ്ത്യാനികൾ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം. നിങ്ങളുടെയൊക്കെ ഒരു സ്ഥാപനങ്ങളില്ല, നിങ്ങളുടെ സ്ഥാപനം എന്ന് പറയാൻ പറ്റില്ല, ക്രിസ്ത്യാനികളുടെ സ്ഥാപനങ്ങൾ. ഞാനൊക്കെ ആ വിഭാഗത്തിൽ ജനിച്ച് വളർന്നു പോയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. ഞങ്ങളിലൊക്കെ എന്തുമാത്രം ചോരയും നീരും വേർപ്പും കൊണ്ടുണ്ടാക്കിയ ഒരു പ്രസ്ഥാനങ്ങളാണ് ഇതൊക്കെ. പൊതുപ്പണി, ആഴ്ചപ്പണി, വീതപ്പണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പണ്ടുകാലത്ത് ഞങ്ങളുടെ പൂർവികരെ കൊണ്ട് പോലും കൂടെ പണിയെടുപ്പിച്ച് ഞങ്ങളുടെയൊക്കെ നേർച്ച കാഴ്ചകളിലൂടെയൊക്കെ പടുത്തുയർത്തിയ പ്രസ്ഥാനമല്ല ഇന്ന് കോടാനുകോടികളുടെ അധിപന്മാരായിട്ട് നിങ്ങളെപ്പോലുള്ള ചുരുക്കം ചില വ്യക്തികൾ ഇരുന്നുകൊണ്ട് വാഴുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് എന്താണ് അവകാശം അല്ലെ അർഹതയിരിക്കുന്നത്? ഒരു ഏറ്റവും താഴെ തട്ടിലുള്ള ഒരു നേഴ്സിൻ്റെ 4/1 പോലും ക്വാളിറ്റി ഈ സഭയുടെ ഏറ്റവും വലിയ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിക്കുണ്ടോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സയൻറ്റിഫിക് ടെമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കൊന്ന് പറയാമോ? ഒരു ശാസ്ത്രബോധം, അത് തന്നെയാണ് സയൻറ്റിഫിക് ടെമ്പർ. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ത്യൻ പൗരന്മാർക്ക് സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടായിരിക്കണം എന്നുള്ളത് എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്ന ഒരു ഭരണഘടനാപരമായിട്ടുള്ള ഒരു അവകാശമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹെൽത്ത് സെൻറ്ററിലെ ആണെങ്കിൽ പോലും കൂടെ ഏറ്റവും ഗ്രേഡിൽ താഴെയുള്ള ഒരു നേഴ്സിൻ്റെ അറിവിൻ്റെ, അവരുടെ ശാസ്ത്രബോധത്തിൻ്റെ 10-1 അംശം നിങ്ങളിൽ ഈ സഭാ തലവന്മാർ, സഭാ നേതാക്കന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന നിങ്ങളിലുണ്ടോ? നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് നെഞ്ചിൽ കൈവച്ചൊന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ കുറേ പഠിച്ചിട്ടുണ്ട്, കുറേ അന്ധവിശ്വാസങ്ങൾ, പ്രചാരണങ്ങൾ ഇങ്ങനെയൊക്കെയല്ലേ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്. അത് കുറേ പൂർവ്വകാലത്ത് പഠിപ്പിച്ചു വന്നിരിക്കുന്നത് നിങ്ങളത് ഏറ്റുപാടുന്നു എന്നുള്ളതിൽ കഴിഞ്ഞ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് ഒരു നന്മ ചെയ്യുന്നതുള്ളത്? ഇങ്ങനെ കുറേ വിശ്വാസങ്ങളിലെ കപട വിശ്വാസങ്ങളെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് അതിൻ്റെ മേൽ ചൂഷണം ചെയ്ത് വമ്പൻ കൊള്ളയടിക്കുന്ന ഒരു രീതിയല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? എന്നിട്ട് നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു പഠിപ്പിക്കുന്നത് എന്താണ്? പരസ്പരം സ്നേഹിക്കുക, അതുപോലെ തന്നെ മറ്റൊരുത്തനെ ഉപദ്രവിക്കാതിരിക്കുക, അവൻ്റെ തട്ടിപ്പറിക്കാതിരിക്കുക, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പ്രമാണങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ ഇതെല്ലാം ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്ക് അതിനെല്ലാം ഓരോ ന്യായീകരണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഒരു പള്ളിയോഗ സ്കൂളിലോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട, ഇപ്പം മറ്റു മതങ്ങളും ഇതിനകത്ത് മോശം എന്നല്ല പറയുന്നത്, പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത് ഈ ഒരു വിഭാഗത്തെയാണ്. കാരണം ഞാനൊക്കെ ഇതിനകത്ത് ജനിച്ച് വളർന്നു പോയത് കൊണ്ടാണ് ഇതൊക്കെ പറയേണ്ടതായിട്ട് വരുന്നത്. ഒരു സ്കൂളിൽ ഒരു കുട്ടീനെ ചേർക്കാൻ വന്നു കഴിഞ്ഞാൽ അവിടെ മുതൽ ഡൊണേഷൻ തുടങ്ങും. അതുപോലെ തന്നെ സ്ഥാപനങ്ങളിൽ ഒരു ജോലിക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ ക്രിസ്ത്യാനികളാണെങ്കിൽ പോലും കൂടെ ഏറ്റവും കൂടുതൽ ആരാണ് കൈക്കൂലി കൊടുക്കുന്നത് അല്ലെങ്കിൽ ഡൊണേഷൻ കൊടുക്കുന്നത്? അതിനൊന്നും രേഖകളില്ല. ഏറ്റവും കൂടുതൽ എമൗണ്ട് കൊടുക്കുന്നവർക്ക് അവിടെ ജോലി, അവിടെ ജാതിയും ഒന്നും നോക്കില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അത് സ്വന്തം കാര്യം അല്ലെ സ്ഥാപനത്തിൻ്റെ വ്യക്തിപരമായ താല്പര്യം എന്ന് പറയും. നേരെ മറിച്ച് പൊതുവായിട്ട് പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ട് മറ്റൊരു ജാതിയിൽ നിന്ന് ഏതെങ്കിലും ഒരു ആക്രമണമോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ അന്യജാതിക്കാർ നമ്മളെ ആക്രമിക്കുന്നു, നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം, ഒരുമിച്ച് കൂടണം എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വെക്കും. ഇതല്ലേ നിങ്ങളുടെ തന്ത്രം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കളുടെ ദേവസ്വം ബോർഡ് പോലെ തന്നെ ഈ ക്രിസ്ത്യാനികളുടെ ഈ സാമ്പത്തിക സ്രോതസ്സ് ഇത് കൈകാര്യം ചെയ്യാനായിട്ട് ഒരു സംവിധാനം ഇല്ല എന്നുള്ളത് വളരെ ഒരു ന്യൂനതയായിട്ട് തന്നെയാണ് ഇപ്പം ഈ യഥാർത്ഥ ക്രിസ്ത്യാനികളൊക്കെ കാണുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ
ക്രിസ്ത്യനായിട്ടുള്ള എല്ലാ വിശ്വാസികളുടെയും പണമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആസ്തി എന്ന് പറയുന്നത്. പക്ഷെ അത് കൈകാര്യം ചെയ്യുന്നത് ഇങ്ങനെ സഭയിലെ കുറേ മേലാളന്മാർ തങ്ങൾക്ക് എന്തോ തീരെഴുതി തന്നിരിക്കുന്നു എന്നുള്ള രീതിയിൽ, എന്നിട്ട് കാണിക്കുന്ന ഒരു ആക്രോശവും അഹങ്കാരവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സനുവദിക്കും? ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിൽ പഠിച്ചു വരുന്നതല്ലേ ഒരു BSc നേഴ്സ്, ഒരു ഗ്രാജുവേഷൻ ലെവലിൽ പഠിച്ചു വരുന്നതല്ലേ ഒരു ജനറൽ നേഴ്സ്. ഇവർക്ക് ഇവിടുത്തെ ഈ ഇന്ത്യയിലെ ഇപ്പോഴത്തെ സാമൂഹിക വ്യവസ്ഥിതി വെച്ച് മനസ്സിലാക്കുമ്പോൾ 1 ലക്ഷം രൂപയെങ്കിലും ഇവർക്ക് ശമ്പളം ലഭിക്കേണ്ടതല്ലേ? ഇവരുടെ ആ അർഹതയും യോഗ്യതയും അതുപോലെ അവർ നൽകുന്ന സേവനവും അവരുടെ മനസ്ഥിതിയും എല്ലാം വെച്ച് പരിഗണിക്കുമ്പോൾ കൃത്യമായിട്ട് അവർക്ക് ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച്, ഇവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥിതി അനുസരിച്ച് 1 ലക്ഷം രൂപയെങ്കിലും ഇപ്പോൾ അവർക്ക് ശമ്പളം ലഭിക്കേണ്ടതാണ്. ആ സ്ഥാനത്താണ് 10,000, 15,000, 20,000 ഒക്കെ പൈസ കൊടുത്ത് നിങ്ങൾ അവരെ അതിനികൃഷ്ടമായ രീതിയിൽ മാനസികമായും ശാരീരികപരമായും സാമൂഹികപരമായും അവരുടെ കുടുംബപരമായിട്ട് അവരെ ചൂഷണം ചെയ്യുന്നത്. അതിനിടയ്ക്ക് വ്യക്തിപരമായിട്ടുള്ള അവരുടെ ഫിസിക്കലായിട്ടുള്ള ചൂഷണങ്ങൾ വേറെ ഉണ്ടെന്ന് കേൾക്കുന്നു. ഇത്രയും ക്രൂരമായ പ്രവൃത്തി ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ യേശുക്രിസ്തുവിൻ്റെ പേര് പറയാൻ യോഗ്യതയുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ പൊതുസമൂഹം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ശരി, ഇതിനെപ്പറ്റിയുള്ള കുറേ വിവരണങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഈ സമൂഹത്തിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഡിറ്റക്റ്റീവ് ന്യൂസ് കേരള അത് പുറത്തേക്ക് വിടുന്നതായിരിക്കും. അടുത്ത ദിവസങ്ങളിൽ അത്തരം കാര്യങ്ങൾ വളരെ വിശദമായിട്ട് ഓരോരോ ഹോസ്പിറ്റലുകളിൽ നടത്തുന്ന കൊള്ള, അതിക്രൂരമായ കൊള്ള എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ആ കൊള്ളയെപ്പറ്റി കൂടി ഞങ്ങൾ പൊതുസമൂഹത്തിനെ അറിയിക്കുന്നതായിരിക്കും. നന്ദി.